ഹലോ, ഡോഗ് ജിമ്മിച്ചൻ എന്ന് പറയുന്ന ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ടിട്ട് കുറച്ച് നാളായി. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് അഥവാ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു കൊണൻഡ്രത്തിനെ പറ്റിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചത്. ഓഫ് കോഴ്സ് അതിനെപ്പറ്റി ഫോളോ അപ്പ് വീഡിയോസ് ഉണ്ടാവും. ഇതുപോലത്തെ പല വിഷയങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാം. വളരെ ബ്രോഡായിട്ടുള്ളൊരു വിഷയങ്ങളാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. പൊതുവെ ആൾക്കാർക്ക് അറിയണം എന്ന ആഗ്രഹമുള്ള വിഷയങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് എന്താണ് സംസാരിക്കുകയെന്ന് ഞാൻ ആലോചിച്ചപ്പോഴേ, പണ്ട് മുതലേ ഞാൻ വളരെയധികം വായിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ലോകം വർക്ക് ചെയ്യുന്നത്, അതെങ്ങനെ പറ്റിയൊക്കെ കുറേ വായിച്ച് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇപ്പം പലരും ഇപ്പം എൻ്റെ ഫാദർ അടക്കം ഇടയ്ക്കിടയ്ക്ക് എന്നെ എടുത്ത് പറയും, നമുക്കതിലൊന്നും ഒരു താല്പര്യമില്ല എന്ന് പേടിച്ചിട്ട്. അതായത് കാശിൻ്റെ കാര്യങ്ങൾ, കാശ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഹൗ മണി വർക്ക്സ്, എന്താണ് ടാക്സേഷൻ, എന്താണ് ഇതിനെപ്പറ്റിയൊക്കെ കൂടെ നമ്മൾ അറിയണം. ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കുള്ള ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നുള്ളത് ശരിയാണ്. ആക്ച്വലി സ്പീക്കിംഗ്, നമ്മൾ മണി അഥവാ കാശ് അല്ലാണ്ട് പൈസ എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയുന്നത് വളരെ അത്യാവശ്യമാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ട് നമ്മുടെ കുട്ടികളെ ഒന്നും നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും പഠിപ്പിക്കാറേയില്ല. എന്താണ് പൈസ, എങ്ങനെയാണ് പൈസ ഉണ്ടാകുന്നത്, പലതരം രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എന്താണ് എൻ്റർപ്രണർഷിപ്പ്, ഈ കാശ് എങ്ങനെയാണ് ഒരു ബാങ്കിൽ പോകേണ്ടത്, എന്താണ് ബാങ്ക്, എങ്ങനെയാണ് ബാങ്ക് വർക്ക് ചെയ്യുന്നത്, ഇതൊന്നും ആർക്കും അറിയില്ല. ആരെയും പഠിപ്പിക്കുന്നില്ല. എല്ലാവരും വലുതാവുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്ത് പഠിക്കുമെന്നാണ് വിചാരം. പക്ഷേ അത് ശരിയാണോ എന്ന് എനിക്ക് വളരെ സംശയമുണ്ട്. അതിന് ഉദാഹരണം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ MSc ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം MCH പഠിക്കുമ്പോൾ ഒരു 32 വയസ്സൊക്കെ ആവുമ്പോഴാണ്, ജസ്റ്റ് കോഴിക്കോടായിരുന്നു അന്ന് ഞാൻ. അപ്പോൾ കോഴിക്കോട് ചുമ്മാ ഈ റോഡിൽ കൂടെ നടക്കുമ്പോൾ, നമ്മുടെ മാനാഞ്ചിറ മൈതാനത്തിൻ്റെ അടുത്തൂടെ നടക്കുമ്പോഴത്തേക്ക് അവിടെ കുറേ ഇടയ്ക്കിടയ്ക്ക് ബുക്സ് വിൽക്കാനായിട്ട് വിൽക്കും. അപ്പോൾ ആ ബുക്സ് വിൽക്കാനായിട്ട് വയ്ക്കുമ്പോൾ നമ്മൾ നാച്ചുറലി അവിടെ പോയി എന്തായാലും ബുക്സ് എവിടെ കണ്ടാലും നമ്മൾ പോയി നോക്കുമല്ലോ. അപ്പോൾ ആ ബുക്സ് നോക്കിയപ്പോൾ ഒരു ബുക്ക് കണ്ടു, റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ഒരു ബുക്കാണ്. റോബർട്ട് കിയോസാക്കി എഴുതിയ ബുക്ക്. അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഒത്തിരി അറിയാമായിരിക്കും. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. അതിനെപ്പറ്റി ക്രിറ്റിസിസംസ് ഒത്തിരി ഉണ്ട്. അതിലൊന്നും കാര്യമില്ല. അത് വായിച്ചിട്ട് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, അങ്ങനെ പറയുന്ന കുറേ ആൾക്കാർ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. ശരിയായിരിക്കാം, അത് വളരെയധികം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് പണത്തെപ്പറ്റി അധികമൊന്നും അറിയില്ലെങ്കിൽ, പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് കുറേ നാൾ നമ്മൾ ചെയ്ത് ആ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, ഒരിക്കൽ എന്തായാലും വായിക്കേണ്ട ഒരു ബുക്കാണ് റോബർട്ട് കിയോസാക്കിയുടെ ആ ഫസ്റ്റ് ബുക്ക്. പിന്നെ അയാളുടെ സെക്കൻഡ് ബുക്ക് ഉണ്ട്, ഒരു ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ 2 ബുക്ക് മാത്രം വായിച്ചാൽ മതി കേട്ടോ. പുള്ളിയുടെ വേറെ കുറേ 5-8 ബുക്ക് പുള്ളി എഴുതിയിട്ടുണ്ട്. എല്ലാ ആവർത്തനങ്ങളാണ്, ആവർത്തന വിരസത വരും അത് വായിച്ചാൽ. പക്ഷേ പുള്ളിയുടെ ഫസ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സിമ്പിൾ ബുക്കാണ്. വളരെ ചെറുതാണ്, പെട്ടെന്ന് വായിച്ചു കഴിയും. 1 മണിക്കൂർ കൊണ്ട് അത് വായിച്ചു കഴിയും. ഞാനത് 3-4 പ്രാവശ്യം വായിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാത്തതൊന്നും പുള്ളി എഴുതിയിട്ടില്ല. വളരെ കോമൺ സെൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളതും. പക്ഷേ കുറേ കാര്യങ്ങൾ പെട്ടെന്ന് എനിക്ക് വളരെ യൂസ്ഫുള്ളായി, എൻ്റെ ലൈഫിലും യൂസ്ഫുള്ളായി. അത് നിങ്ങൾ ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. അതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഒരു കാര്യം മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം. ആ പണപ്പെരുപ്പം കൊണ്ട് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന 2 കാര്യങ്ങൾ. ആ പണപ്പെരുപ്പം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, പണപ്പെരുപ്പം എന്നൊരു സാധനം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ഓഫ് കോഴ്സ് പ്രാക്ടിക്കലായിട്ട് എനിക്കറിയാം, മിക്കവർക്കും ഇത് അറിയാമായിരിക്കും. പക്ഷെ സത്യം പറഞ്ഞാൽ അന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് അത്രയും ഫോഴ്സ്ഫുള്ളായിട്ട് മനസ്സിലായത്. നമുക്കൊരു സെറിബ്രൽ ലെവലിൽ ഇത് അറിയാമെങ്കിലും, അല്ലെങ്കിൽ നമ്മളതിനെപ്പറ്റി ഞാൻ അത്രയും ബോധ്യവാനായിരുന്നില്ല. അതിൽ പിന്നെയാണ് ഞാൻ ഈ ഒരു ആസ്പെക്റ്റിനെ പറ്റി വളരെയധികം ബോധ്യവാനായത്. അതായത് ഈ പൈസ എന്ന് പറയുന്ന സാധനം, ഒരു 100 രൂപ നമ്മളിപ്പോൾ എടുത്ത് നമ്മുടെ കട്ടിലിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അതായത് പർച്ചേസിങ് പവർ കുറഞ്ഞു വരും എന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് പലർക്കും ഒരു ഡെവലപ്ഡ് എക്കണോമീസിൽ 3% വെച്ചിട്ടൊക്കെയാണ് ഈ പണപ്പെരുപ്പം അഥവാ പണത്തിൻ്റെ വാല്യൂ കുറയുന്നത് എല്ലാ കൊല്ലവും. നമ്മുടെ രാജ്യത്ത് ഞാൻ എടുത്തു നോക്കി, ഓൺ ആൻ ആവറേജ് നമ്മൾ 1950 തൊട്ട് ഇത്രയും കാലം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 7% പെർ ഇയർ പണപ്പെരുപ്പം ഉണ്ട്, ഇൻഫ്ലേഷൻ ഉണ്ട്. അഥവാ
പണത്തിൻ്റെ മൂല്യം 7% വെച്ച് കുറയുകയാണ് എല്ലാ കൊല്ലവും. അതിനി കുറേ നാളത്തേക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. നമ്മളൊരു ഡെവലപ്പിംഗ് എക്കണോമീസിൽ ജനറലി ഒരു 7% ആണ് ഒരു പണപ്പെരുപ്പ് നിരക്ക് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതൊരു ഇന്നെവിറ്റബിൾ സാധനമാണ്. വിലക്കയറ്റം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ എക്കണോമിക് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ട വലിയ കാര്യമില്ല. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ഡെവലപ്പിംഗ് കൺട്രി ആയിട്ടുള്ള ഇന്ത്യയിൽ ഒരു 7% വെച്ച് ഇനി നമുക്ക് ഇനിയും 10, 20, 30, 40, 50 കൊല്ലത്തേക്ക് ഈ 7% വെച്ച് പണപ്പെരുപ്പം ഉണ്ടാകും എന്ന് തന്നെ വേണം നമുക്ക് വിചാരിക്കാൻ. അങ്ങനെ വെച്ചിട്ടേ നമുക്ക് പ്ലാനുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം 100 രൂപ എടുത്ത് നമ്മൾ ഒരിക്കലും പൂട്ടി വെക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ എവിടെ ഇടുന്നത്? ബാങ്കിലിടുന്നത്. അപ്പോൾ ബാങ്ക് നമുക്ക് എത്ര പലിശ തരും? അപ്പോൾ പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, ഒരു 10-30 കൊല്ലം മുമ്പ് എടുത്തു കഴിഞ്ഞാൽ പലിശ നിരക്ക് തന്നെ 10%, 11% ഉണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരാൾക്ക് കാശുകാരനാവാൻ കുറച്ച് കാശ് ഇങ്ങനെ കൂട്ടി വെച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. കാരണം ഇൻഫ്ലേഷനെ 3-4% ബീറ്റ് ചെയ്യുന്ന രീതിയിലാണ് അന്നത്തെ ബാങ്കുകൾ ഇൻട്രസ്റ്റ് തന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇൻഫ്ലേഷൻ്റെ ആയിട്ടുള്ള അതോ അതിൻ്റെ താഴെയോ ആണ് അവർ തരുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് 6.5%, 7%, 7.5%. അപ്പോഴത്തേക്കും ചിലപ്പോൾ ഇൻഫ്ലേഷൻ ചിലപ്പോൾ കൂടുതലുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ പിടിച്ചാണ് അവർ ഇൻട്രസ്റ്റ് തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാങ്കിൽ മാത്രമല്ല FDയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഇൻട്രസ്റ്റിന് നമ്മൾ ടാക്സും കൊടുക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻട്രസ്റ്റ് ടാക്സ് ചെയ്തില്ലെങ്കിൽ ഇൻട്രസ്റ്റ് നമ്മൾ ആ ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രം നമുക്ക് ഈ പണത്തിൻ്റെ മൂല്യശോഷണം തടയാനായിട്ട് സാധിക്കില്ല. അല്ലെ ബാങ്കിൽ FD ഇടുന്നത് നഷ്ടമാണെന്ന് ഇപ്പോൾ കുറേ പേർക്ക് അറിയാം. പക്ഷെ അത് നല്ലൊരു ഓപ്ഷനാണ് പല രീതിയിലും ചിലപ്പം. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹവും അത് തന്നെയാണ്. അതായത് നമ്മളത് കൂടുതൽ പൈസ പുറത്തിറക്കണം, അത് ഇൻവെസ്റ്റ് ചെയ്യണം, അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, കമ്പനീസിൽ അത് ഗുണം ഉണ്ടാവണം, കൃഷിയിലേക്ക് ഇറക്കണം, ബിസിനസ്സുകളിലേക്ക് ഇറക്കണം. അതാണ് അതിൻ്റെ ഉദ്ദേശം, നമ്മുടെ ഇൻട്രസ്റ്റ് കുറയ്ക്കുന്നതിൻ്റെ. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് കുറച്ചും കൂട്ടിയൊക്കെയാണ് ഈ റിസർവ് ബാങ്ക് പല മോണിറ്ററി പോളിസീസിനും അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നത്. പക്ഷേ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഈ പണപ്പെരുപ്പത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇന്നാളൊരു ദിവസം ഒരാൾ എന്നോട് ചോദിക്കുകയുണ്ടായി. ഞാനൊരു എൻ്റെ കൂടെ വളരെ അടുത്തൊരു സുഹൃത്താണ്. അദ്ദേഹത്തിന് നല്ലൊരു ജോലിയുണ്ട്, വളരെ നല്ല ജോലിയുണ്ട്, നന്നായിട്ട് ഏൺ ചെയ്യുന്ന ആളാണ്, ഒരു 10-50 വയസ്സായ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇപ്പം 3 കോടിയുടെ ആസ്തി ഉണ്ട് 50-ാമത്തെ വയസ്സിൽ. അപ്പോൾ എനിക്കിനിപ്പോൾ റിട്ടയർ ചെയ്തൂടെ? ശരിയല്ലേ? ഇപ്പം 3 കോടി രൂപ ഉള്ള ഒരാൾക്ക് എത്ര നമുക്ക് മാസം പലിശ കിട്ടും? ഒരു 30,000 രൂപ പലിശ കിട്ടുമെന്ന് വിചാരിക്കുക. ചുമ്മാ അങ്ങ് വിചാരിച്ചോ. ഞാനിപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് കറക്റ്റായിട്ടൊന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. സപ്പോസ് 3 കോടിയോ എത്ര ആയിക്കോട്ടെ, അദ്ദേഹത്തിന് 30,000 രൂപ വേണ്ട, അദ്ദേഹത്തിന് 1,00,000 രൂപ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കും. 1,00,000 അല്ല, 3 കോടിക്ക് അത് കൂടുതൽ കിട്ടും. നമ്മൾ ജസ്റ്റ് 1,00,000 രൂപ കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കും പെർ മന്ത് അയാൾക്ക് ഇത്. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് എന്താ, 1,00,000 രൂപ കൊണ്ട് എൻ്റെ എല്ലാ ചിലവും കഴിയും. ഇപ്പം എല്ലാ ചിലവും 1,00,000 രൂപയ്ക്ക് കംഫർട്ടബിളായിട്ട് കഴിയുന്നുണ്ട്, കുറച്ച് ബാക്കിയും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് 1,00,000 രൂപ ആയിക്കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. 50 വയസ്സുള്ള ഒരാൾ ചിലപ്പം 80 വയസ്സ് വരെ എന്തായാലും ജീവിക്കാനാണ് സാധ്യത. നല്ല ആരോഗ്യമുള്ള ഒരാൾ. ഓഫ് കോഴ്സ് അതിന് മുമ്പേ മരിച്ചു പോകാം. അത് ഒരു 70 വയസ്സിലോ 60 വയസ്സിലോ ഒക്കെ മരിച്ചു പോകാം. പക്ഷേ എന്നാലും നമ്മൾ 80 വയസ്സ് വരെ എങ്കിലും ജീവിക്കുമെന്ന് നമ്മൾ വിചാരിക്കണം. 80 വയസ്സ് പോരാ, ശരിക്കും പറഞ്ഞാൽ ഒരു 90 വയസ്സ് വരെയെങ്കിലും ഇക്കാലത്ത് ജീവിക്കുമെന്ന് വിചാരിക്കണം. മാത്രമല്ല അവസാന കാലത്ത് മെഡിക്കൽ എക്സ്പെൻസസും വളരെയധികം വരും എന്ന് നമ്മൾ വിചാരിക്കണം. അപ്പോൾ ഈ 1,00,000 രൂപ പെർ ഇയർ എന്ന് പറയുന്ന സാധനം 7% ഇൻഫ്ലേഷൻ വെച്ച് നോക്കുമ്പം 10 കൊല്ലം കൊണ്ട് വാല്യൂ പകുതിയാകും. ഇത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, ഏകദേശ കണക്കാണ്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണക്കാണ്. നിങ്ങൾ ഓർത്ത് വെച്ചോ. നിങ്ങളൊരു 100 രൂപ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 10 കൊല്ലം കഴിയുമ്പോൾ അവന് 50 രൂപയുടെ മൂല്യമേ ഉണ്ടാവുള്ളൂ. അപ്പം ഇദ്ദേഹം 1,00,000 രൂപ പെർ മന്ത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പുള്ളി റിട്ടയർ ചെയ്തിരിക്കുകയാണ്. 10 കൊല്ലം കഴിയുമ്പോൾ പുള്ളിക്ക് 60 വയസ്സാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ 1,00,000 രൂപ എന്ന് പറയുന്നത് മാസം 50,000 രൂപയായിട്ട് കുറഞ്ഞു അതിൻ്റെ മൂല്യം. അന്നും 1,00,000 രൂപ കിട്ടും, പക്ഷെ അതിന് 50,000 രൂപയുടെ മൂല്യം ഉണ്ടാവുള്ളൂ. അദ്ദേഹം ഇപ്പോൾ 60 വയസ്സായി. 70 വയസ്സാവുമ്പോൾ അദ്ദേഹത്തിന് ഓരോ കൊല്ലവും മൂല്യം കുറയും. 70 വയസ്സാവുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് എത്ര രൂപ കിട്ടും മാസം? 50,000-ൻ്റെയും പകുതിയാവും 10 കൊല്ലം കൊണ്ട്.
മനസ്സിലായോ? അതായത് ഇരട്ടപ്പെരുക്കം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോലെ തന്നെ കോമ്പൗണ്ട് ആയിട്ടാണ് ഈ മൂല്യശോഷണം സംഭവിക്കുന്നത്. 150 ആകുന്നു, 50 25 ആകുന്നു. 25,000 രൂപയുടെ വാല്യൂവേ 70 വയസ്സിലെ പുള്ളിക്ക് കിട്ടുള്ളൂ. പുള്ളിക്ക് ജീവിക്കാൻ പറ്റാതെ ആയി. അപ്പോൾ പുള്ളിയുടെ ചിലവുകൾ നടക്കുന്നില്ല. 80 വയസ്സാകുമ്പോഴോ 12,500 രൂപയുടെ മൂല്യമേ ആ ഒരു 1,00,000 ഉണ്ടാവുകയുള്ളൂ. ഒരു തരത്തിലും പുള്ളിക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനായിട്ട് സാധിക്കില്ല. ഇവിടെയാണ് ഈ ഇൻഫ്ലേഷൻ്റെ സംഭവം വരുന്നത്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇൻഷുറൻസ് അങ്ങനത്തെ പ്രോഡക്ട്സിലൊക്കെ നമ്മൾ പെടാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് 30 വയസ്സായിട്ടുള്ള ഒരാളോട് ഒരു ഇൻഷുറൻസ് ഏജൻറ്റ് വന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു പുതിയ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ മാസം വെറും 10,000 രൂപ അടച്ചാൽ മതി. വെറും മാസം 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ 70 വയസ്സിൽ അല്ലെങ്കിൽ 65 വയസ്സിൽ നിങ്ങൾക്ക് 70 വയസ്സിൽ നിങ്ങൾക്ക് 30,000 രൂപ മാസം തിരിച്ചു കിട്ടും. പിന്നെ നിങ്ങൾ അടയ്ക്കണ്ട. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോഴുള്ള 10,000 രൂപ പുള്ളി അടയ്ക്കുന്നു. അപ്പോൾ പുള്ളിക്കിടെ കണക്കൂട്ടലുണ്ട്. 30,000 രൂപ, ഓക്കെ, അതൊരു വലിയ തുകയാണ്, എല്ലാ മാസവും എനിക്ക് കിട്ടും. പക്ഷേ ഈ 30,000 രൂപയ്ക്ക് 30 വയസ്സുള്ള ഒരാൾ 60 വയസ്സാകുമ്പോൾ എത്രയായിരിക്കും അതിൻ്റെ വാല്യൂ? 30 വയസ്സുള്ള ഒരാൾക്ക് 40 വയസ്സാകുമ്പം ഇത് വെറും 15,000 രൂപയുടെ വാല്യൂവേ ഉള്ളൂ. 50 വയസ്സാകുമ്പോൾ വെറും 7,500 രൂപയുടെ വാല്യൂ ഉള്ളൂ. 60 വയസ്സാകുമ്പോൾ ഏകദേശം എത്രയാണ്? 3,500 അറൗണ്ടുള്ള അല്ലേ? ആ ഒരു 4,000 താഴെ ഉള്ള ഇതേ വരുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നല്ല കാലത്ത് മൊത്തം 10,000 രൂപ വെച്ച് വലിയൊരു തുക ഇപ്പം അടച്ചിട്ട് അത് കുറഞ്ഞു വരും അതിൻ്റെ മൂല്യം. പക്ഷേ എന്നാൽ പോലും ഒരു വലിയ തുക അടച്ചിട്ട് പിന്നെ കിട്ടാൻ പോകുന്നത് വളരെ തുച്ഛമായ വാല്യൂ ആയിരിക്കും പിന്നീട്. അപ്പോൾ ഇത് നമുക്കറിയാമായിരിക്കും, പക്ഷേ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ബോധപൂർവ്വം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നമ്മളുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റും. ഓഫ് കോഴ്സ് എനിക്കറിയാം, ഇത് ഒത്തിരി പേർക്ക് അറിയാം. ഇതാണോ വലിയ കാര്യം? അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. എൻ്റെ പോലെ, ഞാൻ അന്ന് എൻ്റെ ചെറുപ്പകാലത്തുള്ളതുപോലെ ഉണ്ടായിരുന്ന മണ്ടന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് പ്രത്യേകിച്ച് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.